സോറി. അതെ, ഈ പുറത്തുണ്ടാവുന്ന മുറിവുകൾ ഉണങ്ങുന്ന പോലെ നമ്മുടെ മനസ്സിനകത്തെ മുറിവുകൾ ഉണക്കുന്ന മരുന്നാണ് സ്നേഹം. അതായത് പ്രണയം. ആ മരുന്നിനെ വെല്ലാൻ ഇന്ന് ഈ ലോകത്ത് മറ്റൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴേ ലോകം കീഴടക്കിയ ഗമയ. നമുക്കിന്ന് ഒരുപാട് സംസാരിച്ചിരിക്കണം. പിന്നെ ഇന്നെന്താ നമ്മുടെ ആദ്യ രാത്രി മറ്റോ ആണോ? ഒരുപാട് നേരം കഥ പറഞ്ഞോണ്ടിരിക്കാൻ. അങ്ങനെ ആക്കണേന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട്. ഞാനേ ഒരു പേഷ്യന്റാ. അതെ, ഡോക്ടർമാരെന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു രോഗിയിൽ മരുന്ന് വലിക്കണമെങ്കിൽ അവരുടെ മനസ്സെപ്പോഴും ഒരു ടെൻഷനും ഇല്ലാതെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന്. ഞാനിപ്പോ ചെയ്യണതേ രോഗിയിൽ സന്തോഷം ഉണ്ടാക്കണ കാര്യങ്ങളാ. അതുകൊണ്ട് ഇങ്ങനെ വീണ്ടും സോറി. എനിക്കെന്താന്നറിയില്ല, ഭയങ്കര ആക്രാന്തം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാ, തന്നെ അടുത്തിട്ട് വേറൊന്നും ആലോചിക്കാൻ തോന്നില്ല. പക്ഷെ എനിക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പേടിയേറ്റത് എനിക്കല്ലേ. പക്ഷെ കൊണ്ടതിന്റെ ഈ നെഞ്ചിലാടോ, തന്നെ മാത്രം കുടിയിരുത്തിക്കുന്ന ഈ നെഞ്ചിൽ സംശയമാണ്. ചെവിയെന്ന് വെച്ച് നോക്ക്, എന്റെ ഈ ഹൃദയം തുടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, തനിക്ക് വേണ്ടിയിട്ടാ. തന്റെ പേര് വിളിച്ചിട്ട് അതിങ്ങനെ മിടിച്ചോണ്ടിരിക്കുന്നത്. അതെയോ? എങ്കിൽ ഒന്ന് നോക്കട്ടെ. ഓ ശരിയാ, ശാലിനി എന്നുള്ള വിളി എനിക്കിപ്പോ കേക്കാം. എങ്കിലേ ആ ഹൃദയം തന്നോട് മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്ത് കാര്യ? അത് കേട്ടില്ല? അയ്യോ, ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞാണല്ലോ. ഞാൻ കേട്ടില്ല. എന്നൊരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ഒന്ന് വെച്ച് നോക്കിയേ. അല്ല, കേൾക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. വെക്കേ, നമുക്കൊരു ഡ്രൈവിന് പോയാലോ? സത്യം പറഞ്ഞ എന്നെ കൊല്ലും. ഓഫീസിൽ പോണെന്ന് പറഞ്ഞപ്പം എന്നെ തല്ലില്ലെന്നേ ഉള്ളൂ. ആ ആളുടെ അടുത്ത് ഇപ്പൊ ഈ അവസ്ഥയിൽ സർക്കിട്ടിന് പോവാന്ന് പറഞ്ഞാ അതിനാരാ അമ്മോട് പറയണേ? നമ്മൾ ഇവിടുന്ന് പോണ ആരെ അറിയിക്കായിരുന്ന പോരെ, പിന്നെന്താ കുഴപ്പം? അത് വേണ്ട വിഷ്ണുട്ടോ, പിന്നെ അറിഞ്ഞ മോശ. ചേടാ, ഞാൻ എന്റെ സ്വന്തം ഭാര്യയും കൊണ്ടല്ലേ കറങ്ങാൻ പോണേ, അതിലൊരു കുഴപ്പം ഞാൻ കാണുന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഡേവിസിനെ അറിയാലോ നിനക്ക്. പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാ കൊന്ന് കൊലവിളി നടത്തിട്ട് വരുന്നവനാ ഡേവിസ്. അവന് ഈ ലോകത്ത് അവനെ പോലും ഇഷ്ടമല്ല. പക്ഷേ നിന്നെ അവന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞാ അവനോട് പറന്നെത്തും. അവരിപ്പോ എവിടാ? ഹോങ്കോങ്ങിലോ മറ്റോ പോയെന്ന് ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞിരുന്നു. എന്തായാലും ആളിപ്പോ സ്ഥലത്തുണ്ട്, ഇങ്ങോട്ട് വരാൻ പറയാൻ ഞാൻ. അവൻ വരണം. അവനെ കൊണ്ടേ ഇവളുടെ ഉള്ളിലുള്ള ശിവനെ പുറത്തെടുക്കാൻ പറ്റും. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊക്കെ പറയാറില്ലേ? ശിവൻ മുള്ളാണെങ്കിൽ വരുന്ന ഡേവിസ് മുള്ളുമുരുക്കുക. ഏത് ഭാഗത്ത് തൊട്ടാലും ചോര പൊടിയും. എന്തെങ്ങനെ ഇരിക്കണേ? ഏതോ കവികൾ എഴുതിയിട്ടുണ്ട്, കരയും കടലും തമ്മില് പ്രണയമായിരുന്നു. കടല് കാമുകിയും കര കാമുകനും. മുടിഞ്ഞ പ്രേമായിരുന്നു രണ്ടുപേരും. പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാലേ, ഇവരൊരിക്കലും ഒന്നിച്ചിരുന്നില്ല. വരും കാണും തിരിച്ചു പോവും. പിന്നെ ഒരു പ്രാവശ്യം ഒന്നിച്ചു. അന്ന് ഈ കാമുകി കുറെ ആൾക്കാരുടെ ജീവനും കൊണ്ട് അവിടെ നിന്ന് പോയത്. എന്താ കാമുകനെ കൊണ്ടുപോയില്ലേ?
അന്നായിരുന്നു പ്രളയം. സുനാമിയൊക്കെ ഉണ്ടായത് ഓർക്കുന്നില്ലേ? അതെ, അവരുടെ പ്രേമമൊക്കെ വിട. നമുക്കേ നമ്മുടെ പ്രണയത്തെ കുറിച്ച് പറയാം. നമ്മുടെ പ്രേമം എന്തോ ദേ ഇതുപോലെ കടൽ തീരകൾ നോക്കി ദേ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കിടക്കുന്നു. ആ അതെ, ഞാനൊരു രോഗിയാ. ആ രോഗമൊക്കെ വീട്ടിൽ ചെല്ലുമ്പോ ഇവിടെ ഞാനാ രോഗി. ഈ രോഗി പറയുന്ന അങ്ങോട്ട് കളക്ടർ മേഡം കേട്ടാ മതി. അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂറും ഫയലുകൾ ഇരിക്കുന്ന ഈ മടിയില് ഞാനൊന്ന് കിടക്കട്ടെ. താനേ കുറച്ചു നേരം എന്റെ തലയൊന്ന് മസാജ് ചെയ്ത് തന്റെ വിരലുകൾ ഇങ്ങനെ എന്റെ തലയിൽ കൂടെ ഓടുമ്പോഴേ എന്റെ തലയുടെ ഭാരം കുറഞ്ഞു കിട്ടും. ആഹാ, അത് ശരി. റെസ്റ്റ് എടുത്തിരിക്കേണ്ട എന്നെ വിളിച്ചോണ്ടെന്നത് ഇങ്ങനെ തലയും തടവേ ഇരിക്കാനാണോ? പിന്നെ രോഗി രോഗി എന്ന് എപ്പോഴും പറയുന്നത് തന്നെ കൊണ്ട് കടപ്പുറത്ത് കൂടെ ഓടാൻ പറ്റില്ലല്ലോ. ആ, അത് ശരിയാ. ആ പിന്നെ ദേ ഇപ്പൊ മാത്രമല്ല, മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് അവരൊക്കെ അവരുടെ പാട്ടിന് പോയി കഴിയുമ്പോ വിഷ്ണുവേട്ടന് ഞാനും മാത്രമാവില്ലേ? നമുക്കേ അപ്പോഴും ദേ ഇവിടെ വന്നിരിക്കണം കേട്ടോ. അല്ല അപ്പോഴേ ഒരു കാര്യണ്ട്. അപ്പൊ നമുക്ക് വയസ്സാവില്ലേ? പിന്നെ ചിലപ്പോ അപ്പൂപ്പിന് അമ്മൂമ്മയ്ക്കാവും. ആ ആ സമയത്തൊക്കെ അങ്ങേര് ഉള്ളിക്കച്ചവടത്തിന് വിളിച്ചില്ലെങ്കിൽ ഞാൻ തന്നോട് വന്നിരിക്കും. ഉള്ളി കച്ചവടത്തിനോ? അതൊരു നാട്ടുഭാഷ. പച്ച മലയാളത്തിൽ പറഞ്ഞ സമാധി അടയല് എന്ന് പറയും. അതായത് ദേ അങ്ങനൊന്നും പറയാതെ.